എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻ അവർക്കുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇതൊരു കോൺടാക്റ്റിലും ഉള്ള വ്യക്തികൾക്കും കോൺടാക്റ്റ് ഇല്ലാത്ത വ്യക്തികൾക്കും വേണ്ടി തന്നെയുള്ള റീഡിംഗ് ആണ്. എല്ലാവർക്കും കാണാവുന്ന ഒരു റീഡിംഗ് ആണ്. അതുപോലെ എനിക്കിവിടെ പറയാനുള്ളത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയേണ്ടതാണ്. അതുപോലെ ഇതൊരു ജനറൽലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴത്തേക്ക് ഇത് വാലിഡ് ആവുന്നതാണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ ലവർ ആവാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാവാം, ആരുമാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളല്ലാതെ മറ്റേ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു അതായത് നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു ജനറൽ ഇതായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളെക്കുറിച്ചാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു സ്നേഹസമ്പന്നയായിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളൊരു ലേഡി ആകാം, നിങ്ങളൊരു ജെൻഡാവാം, ആരും ആകാം, ഒരു പുരുഷനോ സ്ത്രീയോ ആകാം. നിങ്ങൾ വളരെ സ്നേഹസമ്പന്നയായിട്ടുള്ള അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. അതായത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്നേഹിച്ച വ്യക്തിയാണ്. വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സ്നേഹമുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണ്. ആ ഒരു വ്യക്തിയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ഒരു ജീവിതത്തിൽ എന്നും ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ എന്നും വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ കടുത്തൊരു മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു ബാക്ക് സ്റ്റാബിങ്, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത് പോലെ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് അവരൊരു പ്രാധാന്യം തരുന്നില്ല. അതിലോർത്ത് നിങ്ങൾക്കൊരു വിഷമമുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു ബൗണ്ടറി നിശ്ചയിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഭയങ്കര സ്നേഹസമ്പന്നയാണ്. നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് നിങ്ങൾക്കുള്ള ഒരു ലേഡിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലവറിനും ഇടയിലൊരു പാർട്ട്ണർക്കും ഇടയിലൊരു അകൽച്ച വന്നതായിട്ടാണ് കാണുന്നത്. കാര്യം അവരെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയാണ്. എന്നിട്ടും അവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോയി എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ടെൻഷനുണ്ട്. അവർ ഞാനല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ അതിയായ സംശയം ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ്. കാര്യം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബൗണ്ടറി നിശ്ചയിച്ച് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് കഥ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഉണ്ട്. ഇവിടെ നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ ആദ്യം എടുത്തത് നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ വരാൻ കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ ലവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സൂചന നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കുറച്ച് ബൗണ്ടറി നിശ്ചയിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് വളരെ സ്നേഹമുണ്ട്. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. നാളെ ഇത് ശരിയാകും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാവും. അവർ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. ഇത് കോൺടാക്റ്റിലുള്ള വ്യക്തികളാകാം, കോൺടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തികളാകാം. അങ്ങനെയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ അതീവ ദുഃഖിതയാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. താൻ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും തന്നെ എന്തുകൊണ്ട് തൻ്റെ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു പുതിയ വ്യക്തിയോ ആരെങ്കിലും അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ അവർ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിൻ്റെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. കുറച്ച് കാർഡുകൾ എടുക്കാം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ
മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ജീവിതം ഒരുപോലെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ 3 നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും. അതുപോലെ 2 കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തി പാടുപെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നെട്ടോട്ടം ഓടുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ ബന്ധം അവരിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, അവരൊന്നിച്ച് ജോലി ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാവാം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ഇവിടെ ഒരു പങ്കുവെക്കൽ നടക്കുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. കാര്യം അത്രത്തോളം ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം. ആ ഒരു വ്യക്തിയെ, അതായത് ഇവർ എംപറർ സ്ഥാനത്തിരുന്ന ആ ഒരു വ്യക്തിയെ ഈ ഒരു തേർഡ് പാർട്ടി കീഴ്പ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധവും തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു ലേഡിയായിട്ടുള്ള ബന്ധവും ബാലൻസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾ സംശയിച്ച പോലെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കൊരു നിങ്ങളോടൊരു താല്പര്യക്കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റൊരു വ്യക്തിയുടെ സ്വാധീനം കൊണ്ടാണ്. കാര്യം നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി വളരെ എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സ്നേഹസമ്പന്നയായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് എന്തൊക്കെയോ ഒരു കാരണം ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ അടുത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒരു ഇമോഷണലി അടിമപ്പെട്ടൊരു വ്യക്തിത്വങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ ആഴത്തിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു തേർഡ് പാർട്ടി ഇടം പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനും തയ്യാറല്ല, എന്നാൽ ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാനും തയ്യാറല്ല. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഇത് വിധിയാണെന്ന് വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്. കാര്യം അവരെ ഇമോഷണലി ഒരുപാട് ടച്ച് ചെയ്തൊരു ബന്ധമാണ് ഈ ഒരു നിലവിലത്തെ ഈ ഒരു ബന്ധം. അവരുടെ ലൈഫിലേക്ക് വന്നൊരു പുതിയ വ്യക്തി അവരുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ്. അവർ പൊതുവെ പരുക്കനായിട്ടിരുന്ന ആൾക്കാരായിരിക്കും. അവരുടെ സ്നേഹം ഇവർക്ക് പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ സെറ്റ് ഓഫ് കാർഡാണ് ഇത് വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ബൗണ്ടറി നിശ്ചയിച്ചത്? തീർച്ചയായിട്ടും നിങ്ങൾ ബൗണ്ടറി നിശ്ചയിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്. ആ ഒരു സംശയം ശരിയാണെന്ന് വെക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് തീർച്ചയായിട്ടും വന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ സ്വാധീനമുണ്ട്. അതൊരു ഫിസിക്കൽ റിലേഷനിലുപരി അവരെ മാനസികമായിട്ട് ഒരുപാട് പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് പേരുടെ കാര്യത്തിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ വളരെയധികം ആൾക്കാർ, ഇത് കാണുന്ന വളരെയധികം ആൾക്കാരുടെ ജീവിതത്തിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് അവരുടെ കൊളീഗ് ആകാനുള്ള സാധ്യതയാണ്. കൂടെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക ബന്ധമാണ്. തേർഡ് പാർട്ടി നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫും നിങ്ങളുടെ പാർട്ട്ണറും അല്ലെങ്കിൽ നിങ്ങളുടെ ലവറും തമ്മിലുള്ള ആ ഒരു ബന്ധം. അതായത് അവരെ പരുക്കനായി അവരെ മാറ്റിയെടുക്കാൻ ഈ ഒരു വ്യക്തിക്ക് സാധിച്ചതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ ഒന്നിനെക്കുറിച്ച് ഓർക്കുന്നില്ല, നിങ്ങളുമായിട്ടുള്ള ബന്ധവും കൊണ്ടുപോകണം, അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയും വേണം. അങ്ങനെ ഒരു നിലപാട് അവർ എടുത്തു കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും വന്നത് ഇപ്പോഴാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളൊരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ, പക്ഷേ അതൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർക്ക് ഈ ഒരു പുതിയൊരു പ്രണയത്തോട് ഭയങ്കര ഒരു അഭിനിവേശമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ് തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ സംശയം വളരെ ക്ലിയർ ആണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ എൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
അതുപോലെ എൻ്റെ റീഡിങ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പ്രകാശം പരത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.